നമസ്കാരം. ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ഇതാ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു യോഗം രൂപപ്പെട്ടിരിക്കുന്നു. ജ്യോതിഷത്തിൽ ഒന്നോ അതിലധികമോ ഗ്രഹങ്ങൾ പരസ്പരം 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിനെ സമസപ്തക യോഗമെന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇതാ ചൊവ്വ കന്നിരാശിയിലും ശനി മീനത്തിലും പ്രവേശിച്ചതിനാൽ സമസപ്തക യോഗം രൂപം കൊണ്ടിരിക്കുന്നു. ഇത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും. 3 രാശിയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു ഭാഗ്യം കൂടുതലായി പറയപ്പെടുന്നത്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറാൻ പോകുന്നു. അപ്പോൾ ആ 3 രാശി ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പായി എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗദുരിതങ്ങളും ശത്രുദോഷങ്ങളും ഭാഗ്യ തടസ്സങ്ങളും മാറാനായി ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തുലാം രാശി. ചിത്തിര, ചോതി, വിശാഖം എന്നീ 3 നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. ഭാഗ്യ കടാക്ഷത്താൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വിദേശത്തേക്ക് പോകണമെന്ന ആഗ്രഹം പൂവണിയാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഒരു തൊഴിലിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടിയോ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം സമയം അനുകൂലമായിരിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന ജോലികളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും. ഈ സമയത്ത് കോടതി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണ വിജയം വന്നു ചേരും. നിങ്ങളുടെ ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ശത്രുദോഷങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും മാറി ശത്രുവിന്മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയം ആഗതമായി എന്ന് തന്നെ പറയാം. ഇനി ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ നേട്ടങ്ങളുടെ ദിവസങ്ങൾ തന്നെ. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം ഈ 3 നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇനി എല്ലാ മേഖലകളിലും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നതിനാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലും ഏർപ്പെടുന്ന കാര്യങ്ങളിലുമൊക്കെ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ജോലിയിലും ബിസിനസ്സിലും നല്ല മാറ്റങ്ങൾ വന്നു ചേരും. ദീർഘദൂര യാത്രകൾ നടത്താനുള്ളൊരു സമയം ആഗതമായിരിക്കുന്നു. അതായത് ഈ നടത്തുന്ന യാത്രകളൊക്കെ ഇപ്പോഴത്തെ ഈ സമയം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി യാത്രകൾ നടത്തുന്നു അതിൽ പൂർണ്ണ വിജയവും നിങ്ങൾക്ക് അനുകൂല നേട്ടങ്ങളും വന്നു ചേരുമെന്ന് തന്നെ പറയാം. പിതാവിൽ നിന്നോ ഗുരുവിൽ നിന്നോ സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയും ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. തൊഴിലില്ലാത്തവർക്ക് ജോലി ഉറപ്പായും ഇക്കാലയളവിൽ ലഭിച്ചിരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിക്ഷേപത്തിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇരട്ടി ലാഭം നിങ്ങൾക്ക് വന്നു ചേരും. ഭൂമിയോ അല്ലെങ്കിൽ പുതിയ വാഹനമോ വാങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരും. എന്തുകൊണ്ടും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സമയം ആഗതമായി എന്ന് തന്നെ പറയാം. അടുത്തത് കുംഭൻ രാശിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി കുംഭൻ രാശിയുടെ അധിപനാണ് ശനി. ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ജനപ്രിയനായിത്തീരും. അതായത് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർക്ക് പോലും നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുമെന്നർത്ഥം. ശത്രുക്കൾക്ക് മുന്നിൽ നിങ്ങളുടെ വിജയം അത്രയധികം വലുതായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ശത്രുവിന്മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന നേട്ടങ്ങളാണ് കുംഭൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ 3 നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബഹുമാനവും ആദരവും ലഭിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാപരമായി വലിയ രീതിയിലുള്ള അഭിമാന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മക്കളെ ഓർത്ത് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ സമ്മാനിക്കും. പുതിയൊരു ജോലിക്കായി അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് സ്വന്തമായൊരു ജോലി, ഒരു വരുമാന മാർഗമെന്ന നിങ്ങളുടെ ആഗ്രഹം പൂവണിയാൻ പോകുന്നു. പ്രണയത്തിലും ദാമ്പത്യ ജീവിതത്തിലും നല്ല നിമിഷങ്ങൾ നിങ്ങൾക്കിനി വന്നു ചേരും. അപ്രതീക്ഷിതമായി വരുമാനമൊക്കെ ഇരട്ടിയാവുന്ന രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരും. കടം കൊടുത്തിട്ട് ഏറെ നാളായി തിരികെ കിട്ടാതിരുന്ന പണമൊക്കെ ഇനി തിരികെ ലഭിക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശിവോഹം.